ഓരോ ദുആകൾക്കും ഓരോ ദിക്റുകൾക്കും ഓരോ കലിമകൾക്കും അതിനൊക്കെ അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് അല്ലേ. ഒരു കലിമ ഉണ്ട്, ആ കലിമ എന്ന് പറയുന്നത് വളരെ വളരെ ഒരുപാട് പാപമോചനം കിട്ടുന്ന ഭയങ്കര മഹത്തായ കലിമാണ്. മാത്രമല്ല മീസാനിൽ ഒരുപാട് കനം തൂങ്ങുന്ന കലിമയും കൂടെ. ആ കലിമ ഏതാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അല്ല, ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് അറിയോ? അല്ല, എന്നാ ഞാൻ തന്നെ പറയാം ഉത്തരം. ഞാൻ പറയണ്ട. ഇല്ല ഇല്ല, അതിനൊക്കെ വേറെ വേറെ പ്രത്യേകം. അതുമല്ല, അതൊന്നുമല്ല. അതാരാ പറഞ്ഞേ? ഷഹാദത്ത് കലിമ ചൊല്ലിയതാരാ? ഹഫ്സത്ത് പറഞ്ഞതാ ശരി. പക്ഷെ അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാം അല്ലേ. നമുക്കറിയാം ഓരോ ദിക്റിന് മ്യൂട്ടാക്കണേ, ഓരോ ദിക്റുകൾക്കും ഓരോ ദുആകൾക്കും ഓരോ ആയത്തുകൾക്കും എല്ലാം അല്ലേ. ഖുർആനിൽ അള്ളാഹിൻ്റെ അടുത്ത് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം കുറേ വീടുകൾ, കുറേ ആളുകളുണ്ട്. ചില വീടുകളാണ് നല്ലൊരു വീടാണ് അത്, ചില ആളുകൾ അല്ലേ നമുക്കറിയാം അയാൾ നല്ലോണം ധർമ്മം കൊടുക്കല്ലേ, അയാൾ നന്നായിട്ട് ഖുർആൻ ഖിറാത്ത് ചെയ്യും, അല്ലെങ്കിൽ ആളോട് നല്ല പെരുമാറ്റം. അങ്ങനെ ഓരോ വിഷയത്തിലും ഓരോന്നിലും നമുക്ക് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആരെങ്കിലും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ ഒരു ഒരു ഷഹാദത്ത് കലിമുണ്ട്, അതായത് 99 ഏടുകളേക്കാൾ ഭാരം കൂടിയ ഒരു ഷഹാദത്തിൽ അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും ഭാരം കൂടിയ അമൽ എന്ന് പറയുന്നത് ഏതാണ്? തൗഹീദാണ് അല്ലേ. തൗഹീദ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാൽ ഇതിനേക്കാൾ ഭാരം കൂടിയ ഒരു നന്മയുമില്ല എന്ന് വേണം പറയാം. അത്രയ്ക്ക് ഭാരമാണ് ഷഹാദത്ത് കലിമ. നമുക്കറിയാം വുളൂവിൻ്റെ ശേഷമുള്ള ദുആ, അതും ഒരു ഷഹാദത്ത് കലിമാണ്. സ്വർഗത്തിൽ 8 വാതിലുകൾ തുറക്കും. മറ്റൊരു ദുആ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, സ്വർഗത്തിലെ 8 വാതിലുകൾ, ഈസാ ഷഹാദത്ത്. അതും അതുപോലെ 8 സ്വർഗത്തിലെ വാതിലുകൾ. നമ്മൾ വെറും ചില വാക്കുകൾ, ഷഹാദത്ത് കലിമയുടെ ചില വാക്കുകൾ ഉച്ചരിച്ചു കൊണ്ടാണ് ആ മഹത്തായ ഒരു ഫളിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്യുന്നത്. അതുപോലെ ഏറ്റവും വലിയ നന്മ അത് ആണ് ഈ തൗഹീദ്. ആ ഒരു ഏറ്റവും വലിയ തിന്മയാണ് ബിദ്അത്തും ശിർക്കും. ആ ഒരു വലിയ നന്മ നഷ്ടപ്പെടുത്തി നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. നാളെ മഹ്ശറയിൽ വിചാരണക്ക് വെക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ വിളിക്കും, അള്ളാഹു വിളിച്ചിട്ട് കൊടും പാപിയായ ഒരു മനുഷ്യനെ, അയാൾ കുറ്റങ്ങളേ ചെയ്തിട്ടുള്ളൂ, അങ്ങനത്തെ ഒരു മനുഷ്യനെ വിളിച്ചിട്ട് ചോദിക്കും, അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ഹാസ് റഹിമഹുല്ലാഹി അലൈഹി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ സയുഖല്ലിസു റജുലൻ മിൻ ഉമ്മത്തി അലാ റൂസിൽ ഖലായിഖി യൗമൽ ഖിയാമത്തി ഫയൻഷുറു അലൈഹി. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ വിളിക്കും. അബ്ദുല്ലാഹിബ്നു അംറുബ്നു ആസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ തീർച്ചയായും ഉന്നതനും പ്രതാപവാനുമായ അള്ളാഹു അന്ത്യനാളിൽ എൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരാളെ സൃഷ്ടികൾക്ക് മുമ്പിൽ വിളിക്കുന്നു. എന്നിട്ട് ആൾക്കാരെല്ലാം കേൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്നത് അല്ലേ. അവൻ്റെ ഹെൻഷുറു അലഹി, അവൻ്റെ എന്താക്കും, ഏടുകൾ ഇങ്ങനെ വിടർത്തിയിടുകയാണ്. തിസ്അത്തം സിജീലൻ, അതായത് 99 വലിയ ഗ്രന്ഥങ്ങൾ. നിങ്ങളൊന്ന് വിചാരിച്ചൊക്കെ ഒരു 10-70 കൊല്ലം ഒരു മനുഷ്യൻ ജീവിച്ച അവൻ്റെ ഏടുകൾ എത്ര ഉണ്ടാവും. നമ്മൾ ഓരോ ദിവസം ചെയ്തത്, ഉമ്മനോട് പറഞ്ഞത്, ഉപ്പനോട് പറഞ്ഞത്, ഭാര്യനോട് പറഞ്ഞത്, മനസ്സിൽ വിചാരിച്ചത്, നിസ്കരിക്കാത്തത്, നോമ്പ് പിടിക്കാത്തത്, നിസ്കരിച്ചത്, സദഖ കൊടുത്ത എല്ലാ കാര്യങ്ങളും എഴുതി വരുമ്പോൾ ഇത് 99 ഗ്രന്ഥമാണ്. അതിൽ യാതൊരു അത്ഭുതവും ഇല്ല അല്ലേ. അത്രയും ഗ്രന്ഥങ്ങൾ അള്ളാഹു അയാളെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് ചോദിക്കും, കുല്ലു സിജീലി മിസ്ലു മദ്ദിൽ ബസരി, അതായത് നോക്കത്താ ദൂരത്തോളം ഈ ഗ്രന്ഥങ്ങൾ ഇങ്ങനെ വിശാലമായിട്ട് കാണുന്നില്ല. 99 ഗ്രന്ഥമൊക്കെ എടുത്ത് നിവർത്തിട്ട് ആരെങ്കിലും കാണുമോ? അപ്പം സുമ്മ യഖൂലു അതുൻകിറു മിൻ ഹാദാ ഷൈഅൻ, എൻ്റെ എഴുത്തുകാരൻ എന്നോട് വല്ല അക്രമവും ചെയ്തിട്ടുണ്ടോ? അല്ലമ കതബത്തിൽ ഹാഫിലൂൻ,
എൻ്റെ സൂക്ഷിപ്പുകാരൻ നിന്നോട് വല്ല ചെയ്തികളും ചെയ്യാൻ പാടില്ലാത്തതും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ എല്ലാം വല്ല നന്മയും വിട്ടുപോയിട്ടുണ്ടോ? എൻ്റെ ഹാഫിളിങ്ങളായ എഴുത്തുകാർ നിൻ്റെ എന്തെങ്കിലും നന്മ വിട്ടുപോയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിന്നോട് ഏതെങ്കിലും വിധത്തിൽ അക്രമം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പം ആ മനുഷ്യൻ പറയും, സെലീന ഒന്ന് മ്യൂട്ട് ചെയ്യണേ, സെലീന. ഫയഖൂലു ബല ഇന്ന ലക ഇൻദനാ. അപ്പം അവർ പറയും, ഇല്ല റബ്ബേ, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയും. മനുഷ്യൻ പറയും, ഫയഖൂലു ബല, ഇല്ല റബ്ബേ, ആരും ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, ഫയഖൂലു റബ്ബി ഫയഖൂലു ബല ഇന്ന ലക ഇൻദനാ ഹസനത്തുൻ ഫഇന്നഹു ലാ ളുൽമ അലൈക്കൽ യൗമ. ഇന്നത്തെ ദിവസം എന്തെങ്കിലും എൻ്റേത് എന്തെങ്കിലും വിട്ടുപോയിട്ട് ഞാൻ എഴുതി ചേർക്കണം. അപ്പോൾ അദ്ദേഹം പറയും ഇല്ല എന്നറിയും. അപ്പോൾ തഖ്റുജു ബിതാഖത്തുൻ ഫീഹ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു ഫയഖൂലു ഉഹ്ളുറു വസ്നക. അപ്പോൾ അള്ളാഹു ഒരു കാർഡ് കൊണ്ടുവരികയാണ് അല്ലേ. അപ്പം അപ്പോൾ അള്ളാഹു പറയും, എൻ്റെ കുറ്റങ്ങളേ ഉള്ളൂ വായിക്കാനോ, 99 ഏട് നിറച്ചോ, ഒരു ഗുണവും ഇല്ല. അപ്പം അള്ളാഹു ചോദിക്കും, പിന്നെ അവൻ്റെ ഒരു കാർഡ് ഉണ്ടല്ലോ, അതൊന്ന് പുറത്ത് കൊണ്ടുവരട്ടെ എന്ന്. ബിത്താനക്കല്ലേ ഫയഖൂലു യാ റബ്ബി. അപ്പം ആ മനുഷ്യൻ ചോദിക്കും, മാ ഹാദിഹിൽ ബിത്താക്ക, എൻ്റെ പഠിച്ചോനെ, ഇത്രയും വിശാലമായ ഏടുകളോളം ബഹിററ്റം കിടക്കും പോലെ വിശാലമായി കിടക്കുന്ന നിങ്ങളുടെ മുമ്പിൽ അള്ളാൻ്റെ എൻ്റെ തെറ്റുകുറ്റങ്ങളുടെ മുമ്പിൽ ഈ ബിത്താക്കത്ത്, മാ ഹാദിഹിൽ ബിത്താക്ക, ഈ ബിത്താക്കക്ക്, ഈ കാടിന് അറബിയിൽ അങ്ങനെ പറയാം, എന്ത് വിലയാണല്ലോ, മാ ഹാദിഹി സിജിലാത്തി ഫഖാല ഇന്നക ലാ തുദ്ലം അല്ലേ. ഇത്രയും പാപങ്ങളൊക്കെ ചെയ്ത് എൻ്റെ ഈ ശിക്ഷൻ്റെ അദാബുകളുടെ ഏടുകൾക്ക് മുമ്പിൽ എന്ത് ഗുണമാണ് ഈ കാടിനുള്ളത്. അങ്ങനെ ആ ഒരു കാട് അള്ളാഹു പുറത്തെടുക്കുന്നു. ഖാല ഫതുലഹു സിജീലത്തു ഫി കിഫത്തി വൽ ബിതാഖത്തു ഫി കിഫത്തി ഫതാശത്തി സജ്ജിലാത്തു ഫദഖിലത്തിൽ ബിതാഖത്തു ഫലാ യദ്ഖുലു മഅസ്മല്ലാഹി ഷൈഅ. ഓരോ ഗ്രന്ഥങ്ങളും തന്നെ നോക്കത്താ ദൂരത്തോളം വിശാലമായിട്ട് ചോദിക്കുകയാണ് അല്ലേ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കും, ഈ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന കാർഡെടുത്ത് ഒരു തട്ടിൽ അയാളെ ഈ 99 ഏടും, മറ്റേ തട്ടിൽ ഈ ഒരു ഷഹാദത്ത് കലിമ അല്ലെ, എന്താണത് ഒന്ന് എല്ലാവരും മനസ്സ് ചെല്ലിട്ടോ ഞാൻ പറയുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂൽ. നമുക്കെല്ലാം അറിയുന്ന പച്ചവെള്ളം പോലെ അറിയാവുന്ന ഒരു കലിമാണല്ലേ. ഈ കലിമ അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ തുലാസിലിട്ട പാട് ഈ ഒരുപാട് തിന്മകളുടെ ഏടുകളുണ്ടല്ലോ, അതങ്ങ് പൊന്തിപ്പോയി കലിമൻ്റെ വെയിറ്റ് കൊണ്ട് കലിമ താണുപോയി. അപ്പം നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടി വെച്ചാൽ ഈ ഒരു കലിമ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്നുള്ള ഒരു കലിമ എന്ന് പറയുന്നത് ഭയങ്കര മീസാനിൽ കനം തൂങ്ങുന്ന ഒരു നല്ലൊരു അമലു സ്വാലിഹാത്താണ്, നല്ലൊരു ദിക്റാണ്, നല്ലൊരു കലിമാണ് അല്ലേ. അപ്പോൾ ഇത്രയും കനം തൂങ്ങുന്ന ഇത് വേറെ ഇല്ല എന്ന് വേണം പറയാൻ. അപ്പോൾ ഈ ഒരു കലിമ ചെല്ലുന്നത് കൊണ്ട് നമുക്ക് ഒരു വെടിക്ക് 2 പക്ഷിയാണ്. ഒന്ന്, നമ്മുടെ ഒരുപാട് പാപങ്ങൾ പൊറുക്കപ്പെടും അല്ലേ. ഒരുപാട് പാപങ്ങൾ പൊറുക്കപ്പെടുന്ന കുറേ ദുആകൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ. പക്ഷേ അതിനേക്കാളൊക്കെ ഒരു ബെനിഫിഷ്യലായിട്ടുള്ള ഒരു ഭയങ്കരമായ ഒരു ദുആ ആയിട്ട് ഒരു ഷഹാദത്തായിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ജീവിതത്തിൽ ഈ ഒരു ഷഹാദത്ത് വളരെ അപ്പോൾ ആരോ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഈ ഒരു ഷഹാദത്ത് സ്വീകരിക്കാനുള്ള കാരണം എന്താണ്? അപ്പോൾ വളരെ ഇഖ്ലാസോട് കൂടി ഈ മനുഷ്യൻ ഇത് പറഞ്ഞു എന്നാണ് പറയുന്നത്. അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് വളരെ ഹൃദയശുദ്ധിയോടുകൂടി ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി നെയ്യത്തോടു കൂടി പറഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ കാരണം. അപ്പോൾ നമുക്ക് നമസ്കാരം പറയുകയാണെങ്കിൽ നമ്മൾ പറയില്ലല്ലേ, ഫാത്തിഹ ഇല്ലാതെ ലാ വുളു ലിമൻ ലം യദ്കുർ ഇസ്മല്ലാഹ്, അതായത് അള്ളാഹുവിനെ ബിസ്മില്ലാ ചെല്ലാണ്ട് വുളു എടുത്താൽ അങ്ങനെ ഒരു വുളു ഇല്ല. ലാ സ്വലാത്ത ഇല്ലാ മൻ ലം യഖ്റ ബി ഫാത്തിഹത്തിൽ ഖുർആനിലെ നമ്മൾ ഫാത്തിഹ ഓതാണ്ട് ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ നിസ്കാരവും ഇല്ല അല്ലേ. നിസ്കാരത്തിൽ ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിൽ ആ നിസ്കാരവും ഇല്ല എന്നതുപോലെ
വളരെ ഇഖ്ലാസ്, ഒരുപാട് തെറ്റുകൾ ചെയ്തെങ്കിൽ പോലും ആ മനുഷ്യൻ വളരെ ഇഖ്ലാസോട് കൂടിയാണ് അത്ര ഈ ഒരു ചെറിയ ഷഹാദത്ത് ചൊല്ലിയിട്ടുള്ള. അതുകൊണ്ട് ഇപ്രകാരം വലിയ ഒരു ഭയങ്കര നേട്ടം എന്നാ പറയും. ഇത്രമാത്രം നേട്ടങ്ങളാണല്ലേ ഈ 99 ഏടിനേക്കാൾ വെയിറ്റിൽ ഈ ഷഹാദത്ത് കലിമ നിന്നു എന്നാണ് പറയുന്നത്. അപ്പം നമ്മളെല്ലാം ജീവിതത്തിൽ ഒരുപാട് ദിക്റുകൾ ചെല്ലുന്നുണ്ട്. അപ്പോൾ ഈ പ്രാധാന്യമുള്ള അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട മിസാനിൽ കനം തൂങ്ങുന്ന ഏറ്റവും നല്ല ഏറ്റവും അഫ്ളലായിട്ടുള്ള ദുആകളും ദിക്റുകളും ചെല്ലാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മൾ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും കുത്തിരിക്കുമ്പോൾ ഈ ഷഹാദത്ത് ഒരുപാട് മനസ്സറിഞ്ഞ് ഹൃദയസാന്നിധ്യത്തോടു കൂടി 1000 പ്രാവശ്യം തസ്ബീഹ് എടുത്തിട്ട് നമ്മളിങ്ങനെ സുബ്ഹാനല്ലാഹ് ആ സുബ്ഹാനല്ലാഹ് തന്നെ സുബ്ഹാനല്ലാഹ് ആകുന്നുണ്ട് അല്ലേ. അന്ന് അവസാനം അള്ളയുണ്ടാകും, സുബ്ഹാന കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് തുടങ്ങലാവും, അങ്ങനെ വരും. അങ്ങനെയല്ല, വളരെ ഹൃദയസാന്നിധ്യത്തോടു കൂടി ഈ ഒരു കലിമ ചൊല്ലിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നമ്മൾ ഇമാനും തഖ്വയും ഉൾക്കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ ഇതിന് ഇത്തരത്തിലുള്ള ഒരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒരു ഡെയിലി ലൈഫിൽ ഇതൊരു കുറേ പ്രാവശ്യം ചെല്ലാനായിട്ട് മനസ്സിലാക്കാം. ഇതൊന്നും ഇത്ര എണ്ണം ചെല്ലണം, ഇത്ര പ്രാവശ്യം ചെല്ലണം, ഇത്ര സമയം ചെല്ലണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. പല അമലുകളും നമുക്ക് ഖുർആനിൽ നിന്ന് ഹദീസിൽ നിന്ന് അതിൻ്റെ അഗാധ തലത്തിൽ തപ്പിയെടുക്കുമ്പോഴായിരിക്കും ഇങ്ങനത്തെ മുത്തുകൾ കിട്ടുക അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രത്യേകമായിട്ട് ഒരുപാട് ഓഫേഴ്സ് പ്രദാനം ചെയ്യുന്ന കുറേ ദിക്റുകളും ദുആകളും ഒക്കെ ഉണ്ട്. അത് പ്രത്യേകം പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും വളരെ സിൻസിയറായിട്ട് ദുആ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്.